മറ്റൊരു സൂപ്പർ സ്റ്റാറിലേക്കാണ് ഞാനിപ്പോ കടക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി ഇസ് അഗെയിൻ വെരി സ്പെഷ്യൽ. ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, 2007 or 2006 മലയാളികൾക്കിടയിലേക്ക് ഒരുപാട് പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമ വരികയാണ്. ആൻഡ് ഒരു സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് ഒരു കലാലയത്തിൽ നടക്കുന്ന ഒരു സിനിമ. ആ സിനിമയുടെ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു ക്യൂട്ട് യങ് അമേസിംഗ് സ്റ്റാർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, രജിത് മേനോൻ സ്വാഗതം ചെയ്യാം. ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് ഗോൾ എന്ന സിനിമയിലൂടെ മലയാളികൾക്കിടയിലേക്ക് എത്തി നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സ്ഥാനം ഏറ്റെടുത്ത ആ ഒരു ആക്ടർ. മതിയോ പറഞ്ഞ ഞാൻ പറഞ്ഞു. യെസ്, സോ രജിത്, വെൽക്കം. ആൻഡ് വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ. സോ എന്തൊക്കെയാണ് നമ്മുടെ JSK വിശേഷങ്ങൾ ഫോർ ഓൾ ഓഫ് us? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ പ്രവീൺ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചതും. ഐ എം വെരി വെരി ഹാപ്പി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ കൂടെ ജനകൻ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. സോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക, എന്നാൽ പോലും ഓർത്ത് തന്നെ വിളിച്ചതിനും സുരേഷ് ചേട്ടൻ്റെ കൂടെ ഈ സിനിമയുടെ ഭാഗമാകാനും, പിന്നെ ഈ പറയുന്ന ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, വെരി വെരി ടാലന്റഡ് യങ്സ്റ്റേഴ്സ്, അവരുടെ കൂടെ എല്ലാം കുറേ മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റി. സോ അതിനെല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി. ആൻഡ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. തീർച്ചയായിട്ടും ലോട്ട് ഓഫ് ടാലന്റഡ് യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രജിത്ത് ഇപ്പൊ യങ്സ്റ്റർ അല്ലേ? ഏകദേശം യങ്സ്റ്റർ അങ്ങനെ കഴിയുകയും ചെയ്തു, സീരിയലോട്ട് ആയില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. എനിവേ, ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ച് വർഷങ്ങളായി ആൻഡ് ഇപ്പോ JSK. സോ എന്താണ് ആ ഒരു ഡിഫറൻസ് സുരേഷ് ഓൺ സ്ക്രീൻ ഇല്ല, ലൈക്ക് സുരേഷ് ഏട്ടൻ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന സുരേഷ് ഏട്ടൻ ക്യാരക്ടർ വൈസ് ദർ ഇസ് നോ ചേഞ്ച്. പക്ഷെ ഹിസ് സ്റ്റാൻഡ്സ് ഇൻ പൊളിറ്റിക്കൽ വേൾഡ് ഹാസ് ചേഞ്ച്ഡ്. ആൻഡ് ബീയിങ് എ പ്രൗഡ് തൃശ്ശൂർക്കാരൻ, ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ഒരു സേഫ് ഹാൻഡ്സിലുണ്ട്. ആൻഡ് വിൽ ഹാവ് ലോട്ട് മോർ തിങ്സ് ടു ഡു ഇൻ കമ്മിങ് ഇയേഴ്സ്. സോ അതുകൊണ്ട് ഞാൻ അനുഭവിയുണ്ട് തൃശ്ശൂർകാരിയായിട്ട്. വെരി ഗുഡ്. സോ വി ആർ ഓൾ പ്രൗഡ്. സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്. സോ ഇനിയും ഇനിയും ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, തൃശ്ശൂരിലും കേരളത്തിലും എല്ലാ സ്ഥലത്തും. ആൻഡ് ആസ് ഐ ടോൾഡ്, ക്യാരക്ടർ വൈസ് അന്നും ഇന്നും ഒക്കെ ഒരേപോലെയാണ്. പിന്നെ JSKയുടെ ഒരു കാര്യത്തിന് പറയുന്നതിന് ജസ്റ്റ് മുമ്പ് ചോദിച്ച സ്ഥിതിക്ക്, സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സ്ഥിതിക്ക്, എനിക്ക് ആക്ച്വലി നവംബർ 2022 നവംബർ 1 ഒരു മോള് ജനിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് രാത്രി 10 മണിക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് അറൌണ്ട് 7 o'clock സംതിങ് ആയപ്പോൾ എനിക്ക് ഓർഡർ ഈ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ സുരേഷ് ചേട്ടനാണ്. ആൻഡ് ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, സുരേഷ് ചേട്ടന് ഒരു ആവശ്യമില്ല എന്നെ പോലത്തെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വിളിച്ച് എൻ്റെ വൈഫ് ഓക്കെ ആണോ, മോൾ ഓക്കെ ആണോ, എവറിത്തിങ് ഹി എൻപേർഡ്. സോ എന്നെ സംബന്ധിച്ചുള്ള അതൊരു വളരെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അങ്ങനെ ഓർത്ത് എന്നെ വിളിച്ചതിനും താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു സുരേഷിനെ കുറിച്ച് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, he's an amazing actor, he's a superstar, he's a power pack performer, he's an amazing presenter, a great politician, social being now. But then apart from all of it, he's an amazing human being. So Adira, we should have a big round of applause, and I think Adira has tons of respect and head boss for that. So Nishana, thanks a lot for being this human being and being an inspiration for all of us. Definitely, Suresh Etinde, no matter which tag, in which political party tag you put on him, it is people vote or people like him for the person he is, no matter which party he is. Adella Prasna, because he is an amazing soul. I know that personally for sure. Very well said. Again, a big round of applause. So, ഇപ്പോൾ നിങ്ങളെല്ലാവരും തിരിച്ചു വരവിന്റെ കഥ പറഞ്ഞോട്ടെ. ഇപ്പൊ അസ്കർ പറഞ്ഞു പുതിയൊരു മുഖം ഇവിടെ അടുത്ത ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. അപ്പൊ തിരിച്ചുവരവൊക്കെ സ്ട്രോങ് ആവട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. Okay, thank you. And brother, you're also doing great job. Thank you. Thanks a lot. A big round of applause, ladies and gentlemen, once again. Moving on, now it's time for a very beautiful person to come and join us. So normally when we talk about movies, Malayalam cinema, when we talk about actresses,
ഒരു സ്ട്രോങ് മോട്ടീവ് ഓഫ് ക്യാരക്ടേഴ്സ് പ്രസന്റ് ചെയ്യുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് she has been coming up with a lot of very strong characters on screen. So ladies and gentlemen, ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി രാമചന്ദ്രൻ. A big round of applause and there she is joining us. ശരിക്കും ഈ ഒരു സിനിമയിലും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറിനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് പോസ്റ്ററിലൊക്കെ നമ്മൾ കണ്ടു ആ ഒരു നോട്ടം, ആ ഒരു ഭാവം. Again, a very strong character. We are all expecting the same. So, hi Shruti, very happy to have you here. Yes, so എന്തൊക്കെയാണ് ലൈക്ക് 27-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് അറിയാം. സോ എന്താണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കൊച്ചി ലുലു മോളിൽ എത്തിയിരിക്കുന്നവരോട് പറയാറുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ലുലു. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഡിയൻസ് ആണ്. ലുലു is always very special. True that. കാരണം ഇതൊരു മൺഡേ ആണല്ലേ, ലൈക്ക് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്റ്റാർട്ട് ഡേ ഓഫ് ദ വീക്ക് ആൻഡ് വർക്ക് നമ്മൾ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയുന്ന പോലെ സ്റ്റിൽ ലുക്ക് അറ്റ് ദ ഓഡിയൻസ്, ലൈക്ക് ലുക്ക് അറ്റ് ദി എനർജി. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ലവ് അബൌട്ട് ലുലു എവറി ടൈം. സോ യു ആർ ഹിയർ, പ്ലീസ്. JSK എന്ന് പറഞ്ഞ സിനിമ will always be very special because I think ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ബാനറിലുള്ള ഒരു സിനിമയാണ്. And of course to work with actors like this and a crew like this, it has been really good. And then to share screen space with Suresh and Anupama, Oscar, everybody. I think എനിക്ക് ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് ലോയറായിട്ടാണ്. ആൻഡ് ഐ ഫീൽ യെസ് നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. Deliver our dialogues and we improvise on that. But Suresh had a huge role to play in developing even my scenes because ഞാനിത് പല ഇന്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ് that he's like his endless resource. അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ലീഗൽ ടേംസ് ആണ്, വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ ഹി വാസ് very generous with his advice and എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ് ആണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് he used to see. And I feel like it was such a lovely experience because Suresh and I think is a very reassuring presence during the shoot. And coming to Anupama, I think she's a beautiful actor. And this JSK എന്ന് പറയുന്നത്, as the name suggests, is Janaki versus the state of Kerala. So it is Janaki's story and it is all of us who are with her to help her case and to fight her cause. So I think it's a very heavy, വളരെ ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നത്. വളരെ എന്താ പറയുക, ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. So I'm very excited for the film and yeah, thank you. That was very deep, like telling each and every point, taking each and every person out there. But then I really, I can't miss our director Praveen, who has also been so strong through the entire process. the man behind it. പക്ഷെ I would really love to ask you one thing. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ആ ഒരു പെർഫോമൻസ്, സുരേഷിന്റെ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഓൺ സ്ക്രീൻ ആണ്. പക്ഷെ you were there, like as you told, being a lawyer, doing that character in the movie. So how was, like watching it directly, our performance, how was that feel? We really want to know that. അതില് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് അങ്ങ് പറയാൻ പറ്റില്ല ഈ the scene that we did together. പക്ഷേ when I say he was like a strong force, a silent force, and it was a very reassuring presence. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി it was helping with the dialogue, helping with developing the scene better. എന്താണെങ്കിലും he's a resource. അതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. Like he's very free with his advice. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡയലോഗ്സിലാണെങ്കിലും ലീഗൽ ടേംസിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ he's the first one to come and tell. Like a dictionary, go to him when you get things. Dictionary is putting it very lightly. Okay, thank you, thanks a lot. Thanks a lot for joining. And ladies and gentlemen, so audio launch in our mood തിരിച്ചു വരാം. So when it is audio launch, ഇപ്പൊ ഇതുവരെ നമ്മളിവിടെ കണ്ട motion poster, we saw the teaser and we saw the song Rise from Fire. പക്ഷെ ഇതെല്ലാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലും മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം കാണുന്നതാണ്. And now we have the promo song all set for you. So ladies and gentlemen, get set, eyes on.
ഇത് ഓഡിയോ ലോഞ്ച്, ഒരു ഗ്രാൻഡ് ഓഡിയോ ലോഞ്ച് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിലെ ഓരോ ട്രാക്കിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ദാറ്റ് വി ഇൻവൈറ്റ് ദ മെയിൻ മാൻ ബിഹൈൻഡ്, നമ്മുടെ മ്യൂസിക് ഡയറക്ടറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ഗിരീഷ് നാരായണൻ. There he is. ഇവിടെ കയ്യടി പോരാ, ഒരു നല്ല കയ്യടി കൊടുത്തു എല്ലാവരും ഒരുമിച്ച്. There we have. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് ഹിം, ബിക്കോസ് when we look into this movie, when we look about the music of this movie, he is the man behind. Very happy to have you here. Yes, and എനിക്ക് തോന്നുന്നു I don't want him to stay alone. നമുക്ക് നമ്മുടെ സിംഗേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്താലോ. സോ സ്വാഗതം ചെയ്യാൻ I can see സന്നിധാനത്തിന് is here. So ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ സന്നിധാനത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം സ്വാഗതം ചെയ്യുന്നു കാഞ്ചന ശ്രീറാം ആൻഡ് അശ്വതി നായർ. നമ്മുടെ പ്രമോ സോങ് പാടിയതും ഇവരാണ്. ആ ഒരു സോങ്ങിൽ ഇവരുടെ ഫേസസ് നമ്മൾ കണ്ടു. സോ ഈ 3 പേരെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി ടാലന്റഡ് സിംഗേഴ്സ്. വെരി ഹാപ്പി ടു ഹാവ് ഓൾ ഓഫ് യു ജോയിനിങ് us here. ആൻഡ് എനിക്ക് തോന്നുന്നു ആദ്യം വിൽ ലിസൺ ടു യു, കാരണം ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് JSKയിലെ മ്യൂസിക് ആണ്. ആൻഡ് വി ആർ ഡൂയിങ് ദ ഓഡിയോ ലോഞ്ച്. അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ JSK ആ ഒരു മ്യൂസിക്കൽ ജേർണി എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മളോട് രണ്ട് ഐ വുഡ് റിക്വസ്റ്റ് യു ടു സ്റ്റെപ്പ് ഫോർവേഡ് ഒന്ന്. അതിയുടെ ഒത്തിരി നന്ദിയുണ്ട് വലിയൊരു ബാനറുള്ളൊരു സിനിമയിൽ കാണാൻ സാധിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തലസ്ഥാനം സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും ഒരു ആരാധന കഥാപാത്രം സുരേഷ് ഏട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നമ്മളൊക്കെ ശരിക്കും പറയാൻ അന്ന് അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ ഈ ഒന്നാം തലസ്ഥാനം ഡയലോഗുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അന്നോട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പാട്ടിന്റെ ഷൂട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ഇതിൽ ഈ ഭാഗമാക്കാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ പ്രവീണം, നമ്മുടെ ഡയറക്ടർ പ്രവീണം, ഞങ്ങള് ഇതിന്റെ തുടക്കം തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2022-21 തുടങ്ങുന്ന സമയത്ത് തൊട്ട് ഞങ്ങൾ ഇതിൽ യാത്ര തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും പ്രവീണിനോട് ഒത്തിരി തീർച്ചയായും നന്ദിയുണ്ട്. അതുപോലെ സൈത്തേട്ടൻ ആൻഡ് അന്നേട്ടൻ, ഇതിലുള്ള എല്ലാ ക്രൂസ് മെമ്പേഴ്സ് എല്ലാവരോടും നന്ദിയുണ്ട്. ടോട്ടൽ ഒരു 5 സോങ്സ് ആണ്, 5 പാട്ടുകളാണ്, പല ജോണറിലാണ് ഉള്ളത്. ഇത് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം, ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി നന്ദി. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു മ്യൂസിക് എക്സ്ട്രാവഗൻസിക്ക് വേണ്ടിയിട്ട് തിയേറ്റർ. സോ എനിക്കൊന്ന് വോട്ട് ചെയ്യൂ നമ്മുടെ സിംഗേഴ്സ്, കാരണം ആ ഒരു വലിയൊരു സെലിബ്രേറ്റിംഗ് മ്യൂസിക് അതിന് ജീവൻ കൊടുക്കുന്നത് നിങ്ങളാണ് അല്ലേ? അപ്പോ സോൾ എവിടെ നിന്നാണെങ്കിൽ ജീവൻ നിങ്ങളിലാണ്. സോ ആ ഒരു ശബ്ദം അത് നിങ്ങളിലാണ്. സോ നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് കേൾക്കും. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യലി ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് വേണമെങ്കിൽ പറയാം. മുമ്പ് ഞങ്ങൾ പാടിയിട്ടുണ്ട്. പത്മിനി എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് TK പത്മിനിയുടെ ഒരു ഓട്ടോബയോഗ്രാഫി അതിൽ പാടിയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ പാട്ടിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പാട്ടിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലൊരു തുടക്കം, അത് നമുക്ക് ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ സിനിമയിലായത് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ ബ്ലെസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗിരീഷ് ചേട്ടനാണ് അതിനുള്ള എല്ലാ ക്രെഡിറ്റും. ഞങ്ങളെ കൊണ്ട് ഇത് ഇത്രയും പാടിപ്പിച്ചെടുത്തതിൽ ഒരുപാട് ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ എല്ലാ ടാൻട്രംസും സഹിച്ച ഒരാളാണ് ഗിരീഷ് ചേട്ടൻ. ഇതിൻ്റെ 4 ലാംഗ്വേജിലും ഞങ്ങൾക്ക് പാടാൻ പറ്റുന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് സന്നിധാനം ചേട്ടൻ്റെ കൂടെ ആണ് ഞങ്ങൾക്കത് പാടാൻ പറ്റിയത്. അത് ഞങ്ങൾ സ്റ്റാർ സിംഗറോട്ടെ ഫാനാണ് സന്നിധാനം ചേട്ടൻ. അപ്പോൾ എനിവേസ് ജസ്റ്റ് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ എല്ലാവരോടും. എല്ലാവരും ഈ പാട്ട് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി എല്ലാവരും. താങ്ക് യു പ്രവീണേട്ട ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക്സ് a lot for the words and over to you. താങ്ക് യു. ഹലോ ഓൾ, എൻ്റെ പേര് കാഞ്ചന എന്നാണ്. ഞാൻ കുറച്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയൊരു പടത്തിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു മൂവിയിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗിരീഷ് ഏട്ടാ, പ്രവീണേട്ട, ഒരുപാട് സന്തോഷം. ഈ ചേച്ചി പറഞ്ഞ പോലെ 4 ലാംഗ്വേജസിലും 1 ഇയർ ആയിട്ട് നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയാം. 1 ഇയർ ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിലും ഫുൾ ടൈം ഗിരീഷ് ഏട്ടനും നമ്മളും
ഈ ഇതിൻ്റെ പല പല ഭാഷകളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രൊമോ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ ഒരുപാട് തോന്നി ഇത് നമുക്കൊരു ഭാഗ്യമാണെന്ന് തോന്നി. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു മൂവിയിൽ നമ്മുടെ ഫേസ് വരെ കാണാൻ പറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിൽ ആൻഡ് ദാറ്റ് ഈസ് റിയലി നൈസ്. അപ്പുറത്താണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ട് ഇൻഡസ്ട്രിയിലാണല്ലോ ഓൾറെഡി. സോ സഞ്ജു റൈറ്റ്. സോ സഞ്ജു വന്നില്ല ഉണ്ടോ? ഉണ്ടോ? അതെന്റെ അവരുടെ കൊള്ളാം. Okay, that's nice. But I think we're all waiting for his birthday. എനിക്ക് തോന്നുന്നു 2007 അല്ലേ ഐഡിയ ശാസ്ത്രം 2007 കണ്ട നമ്മൾ ആരും ഒരിക്കലും മറക്കാത്തൊരു മുഖമാണ്. ആൻഡ് ബാക്ക് ടു സിംഗിങ് അഗൈൻ, ലൈക്ക് ബാക്ക് ടു സോങ്സ് ഫോർ ഓൾ ഓഫ് us. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമുണ്ട്. കാരണം നിങ്ങളുടെ സുരേഷ് ഏട്ടൻ്റെ പടത്തിൻ്റെ ഒരു പാട്ട്, അതിൻ്റെ പ്രൊമോ സോങ്ങിൽ എൻ്റെ മുഖം വരുന്നു. പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗത്തിൽ ആ ഒരു പാട്ടിൽ ഞങ്ങളും വിഷ്വലിൽ ഉണ്ടാവുക വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ സുരേഷ് ഏട്ടൻ നമ്മുടെ സ്വന്തമാണ്. സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് കേസിൽ. എല്ലാവരും കാണണം. പിന്നെ ഗിരീഷേട്ടൻ ഈ പാട്ടിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പടമാണെന്നോ ഇത്ര വലിയൊരു സിനിമയാണോ എന്ന് അറിയില്ല. അതായത് ഗിരീഷേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ, സന്തോഷ് വർമ്മ സാറുടെ രചനയിൽ, പ്രവീൺ ചേട്ടൻ സംവിധാനം ചെയ്ത് സുരേഷ് സാറിൻ്റെ പടത്തിൽ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും. നന്ദി. താങ്ക് യു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിവിടെ വന്നിട്ട് നമ്മൾ ഈ സോങ്സ് ഒക്കെ ഗിരീഷാണ് നമ്മൾ ഇതിൽ കണ്ടു. പക്ഷെ ഇവരെ കൊണ്ട് രണ്ടുപേരെങ്കിലും പാടിപ്പിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമായിരിക്കുമല്ലേ? അതെ. അപ്പോ നമുക്ക് ഒരു രണ്ടുപേരെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് വേണ്ടി സുരേഷ് സാർ ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ പാട്ട് പാടാൻ പറയുന്നുണ്ട്. അച്ഛൻ ജി ശ്രീറാം പ്ലേബാക്ക് സിംഗറാണ്. കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ പാട്ട് പാടിയ ആളാണ്. അതുകൊണ്ട് സാർ അത് പറഞ്ഞത്. സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഫിലിമിൻ്റെ ഭാഗമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കാറ്റേ കാറ്റേ നീ മൂകാമരത്തിലെ പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതലി വാഴപ്പൂക്കളി ആകെ തെന്നിറഞ്ഞു, ആകെ തെന്നിറഞ്ഞു. താങ്ക് യു. എന്ത് വോയിസ് ആണല്ലോ. ഒരു നല്ല കൈഡി കൊടുത്ത് എല്ലാവർക്കും ഒരുമിച്ച്. കൈഡി സ്ട്രോങ് ആയിരിക്കും. ആൻഡ് ഇനി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് നമ്മുടെ പ്രൊമോസോണാണെങ്കിൽ നമുക്ക് തന്നെ പോകുന്നു. സത്യമായിട്ടും ഗിരീഷേട്ടൻ ഈ പാട്ട് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യം കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും പിച്ചുള്ള പാട്ട് എന്നോട് വല്ല മുൻവൈരാഗ്യം ഉണ്ടോ? കാരണം ഭയങ്കര ഹൈ പിച്ചാണ് ഈ പാട്ട്. അപ്പോൾ അതെ, എന്നാലും ചേരമാനാദരാജ്യം പോലെ നൽകിയ 72 കുടുംബക്കാരും, ചേരമാനാദരാജ്യം പോലെ നൽകിയ 72 കുടുംബക്കാരും, നായിത്തുമ്മൻ തന്റെ പാതയിൽ വർത്തിച്ച് പാലിച്ചു കോരിക ജന്മങ്ങളെ. സന്തതം സർവരും ഒത്തുവാഴുക. സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഹൈപ്പിച്ച് പാട്ടുകൾ, പ്രത്യേകിച്ച് ഒരു വേദിയിൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ല കൈയ്യടി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. താങ്ക്സ് എ ലോട്ട്. ആൻഡ് ഗിരീഷ് ചേട്ടാ, we are all waiting to see your brilliance. So once again thank you. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ എക്സിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അടുത്ത ഒരു സോങ് കൂടി നമുക്ക് പ്ലേ ചെയ്യാം. So I would request all of you to step back. So മറ്റൊരു മ്യൂസിക്കും ചെയ്യുകയാണ്. And they're all like super experienced
എനിക്ക് തോന്നുന്നു രണ്ടുപേരും എത്തിയിട്ടില്ല, സംതർ മാത്രമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ്സ് ലിസൺ ടു ഹിം. എഡിറ്റർ ആണ്, ആൻഡ് അങ്ങനെ ചെറിയ എഡിറ്റർ ഒന്നല്ല, നമ്മുടെ ലൂസിഫറിന്റെ ഒക്കെ എഡിറ്ററാണ് ഈ നിൽക്കുന്നത്, റൈറ്റ്? അപ്പൊ കൈയടി തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമ്മുടെ JSK എഡിറ്റിംഗ് വിശേഷങ്ങൾ? ഇറ്റ് വാസ് എ ലോങ് ജേണി ആക്ച്വലി. എന്താ പറയുക, ചെറിയ സിനിമയോ അല്ല, ഒരു വലിയ സിനിമയാണിത്. അപ്പോൾ ആസ് എ എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേക്കിങ്ങും അതിലെ പെർഫോമൻസും ക്യാമറയും ബാക്കി എല്ലാ ഏരിയയും ക്ലിയർ ആകുമ്പോഴാണ് എനിക്കിത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ആക്ടേഴ്സ് ആയാലും ബാക്കി എല്ലാ ആൾക്കാരും വളരെ നന്നായി പെർഫോം ചെയ്തിട്ട് എനിക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, അതാണ് പറയാനുള്ളത്. അല്ല, എഡിറ്റർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, സാധാരണഗതിയിൽ അങ്ങനെ. അപ്പൊ ഒരു സ്പെഷ്യൽ കൈയടി കൊടുക്കണം. നോർമലി നമ്മൾ ഈ മൂവീസിന്റെ എഡിറ്റേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ അവര് ഭയങ്കര എന്തായാലും സമ്മതിക്കില്ല ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കാനൊന്നും. But then he took that step, he came forward, he spoke to us. ഒരു നല്ല കൈയടി കൊടുക്കാം. So thanks a lot. We are all waiting to see yours as well and the entire movie. Thank you for joining us. Thank you. Thank you.